നമസ്കാരം, മായി വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. തേർഡ് പാർട്ടിയുടെ മനസ്സിൽ എന്താണെന്നും അവരുടെ അടുത്ത മൂവ്മെൻറ്റ് എന്താണെന്നും അവർ ഏതൊരു സാഹചര്യത്തിൽ കൂടെയാണ് പോകുന്നതെന്നും നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാലിഡ് ആവുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി, അതല്ലെങ്കിൽ വിട്ടുകളയാം. റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാർഡിലേക്ക് കടക്കാം. ഫസ്റ്റ് കാർഡ് വന്നേക്കുന്നത് ദ മജീഷ്യൻ കാർഡാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കാർഡ് എടുക്കാം. ഓക്കെ, ദ സ്ട്രെങ്ത് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് 8 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പം അവരുടെ മനസ്സിൽ ഉള്ള ഒരു ആഗ്രഹം അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. 5 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടും ഒരു ഫലമില്ല എന്നുള്ളതാണ്. 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 2-3 കാർഡ് കൂടെ എടുത്ത് നോക്കാം. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. 5 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ആൻസർ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് വഴി നിങ്ങൾ ചോദിച്ചാൽ മതി. 7 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ത്രെഡാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ദ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്, സ്ട്രെങ്ത് എനർജി വന്നിട്ടുണ്ട്, 8 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്, 5 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്, 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണെ, നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരുടെ മൈൻഡിനെ എന്തെല്ലാം ചെയ്തിട്ടും ഒരു നിരാശയിലാണ് അവരെത്തി നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഒരു പക്ഷേ തേർഡ് പാർട്ടിയുടെ ശരിക്കുള്ള ഫേസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റിയേക്കാം. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സാഹചര്യത്തിലോട്ട് പിന്നെയും തിരിച്ചു പോകാനായിട്ട് നിങ്ങളെ പേഴ്സന് താല്പര്യമില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ബാക്ക് അടിച്ച് നിൽക്കുന്നത്. അപ്പം അതിലോട്ട് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന എന്ത് ചതിപ്രയോഗവും, ഇതിനകത്ത് നല്ല ചതിപ്രയോഗമാണ് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവർ ചതിപ്രയോഗത്തിലൂടെ അവരെ സ്വാധീനിക്കാനാണ് ഈ തേർഡ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരുടെ കൺട്രോളിൽ, തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ നിങ്ങളെ പേഴ്സണെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ശ്രമം അതാണ്. പക്ഷേ എന്ത് ചെയ്തിട്ടും നിരാശ തന്നെയാണ് ഫലം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് കാണിക്കുന്നത്. അപ്പോൾ 5 ഓഫ് വാൺസിലും അത് തന്നെയാണ്. പ്രശ്നങ്ങൾക്ക് നടുവിലാണ് അവർ. പക്ഷേ ഈ നിങ്ങൾ വിചാരിക്കാം തേർഡ് പാർട്ടിയും നിങ്ങളെ പേഴ്സണും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ഇതിലാണ് പോകുന്നതെന്ന്. പക്ഷേ അങ്ങനെ ആയിരിക്കത്തില്ല. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു ചതിയുടെ പ്രതീകം തന്നെയാണല്ലോ. അപ്പോൾ അവർ ചിന്തിക്കുന്നത് അവരുടെ പുറമേ ചിലപ്പം അവരെല്ലാവരുടെയും മുമ്പിൽ ഹാപ്പി ആയിട്ടായിരിക്കും അഭിനയിക്കുന്നത്. അപ്പോൾ പുറമേ അങ്ങനെ കാണിച്ചിരുന്നാലും മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു കൺകെട്ട്, അതാണ് അവരുടെ ഒരു മനസ്സിലിരിപ്പ്. ദ മജീഷ്യൻ കാർഡും അത് തന്നെയാണ് പറയുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല രീതിയിൽ അഭിനയിച്ചാലും ചിലപ്പോൾ അവരുടെ ഉള്ളിലും അവരുടെ ആ ഒരു ജീവിതത്തിനകത്തും ഒരു പ്രശ്നങ്ങളുടെ നടുവിലൂടെ തന്നെയാണ് അവർ പോകുന്നത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. 7 ഓഫ് സോൾസും അത് തന്നെയാണ് പറയുന്നത്. ഒരു ചതി, വഞ്ചന, ആ ഒരു പ്രയോഗത്തിലൂടെയാണ് ഇപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വഴിയിലൂടെ അവരുടെ അപ്പം പിന്നെ തെറ്റായിട്ടുള്ള സഞ്ചാര ദിശയിൽ സഞ്ചരിക്കുന്നവരുടെ മനസ്സിൽ ആദ്യം ചതിയും വഞ്ചനയും ആയിരിക്കുമല്ലോ ആദ്യം തന്നെ വരുന്നത്. അപ്പം നമുക്ക് ഒരു കാർഡ് കൂടെ ഒന്ന് എടുത്ത് നോക്കാം എന്താണ് അവരുടെ മനസ്സിൽ എന്നുള്ളത്. ദ ലവേഴ്സ് എനർജിയാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇടം പിടിക്കുക എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ അവരിപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. എന്തൊക്കെ ചെയ്തിട്ടും അത് വിജയം കാണുന്നില്ല എന്നാണ്. പക്ഷേ അവർ മാക്സിമം ഒരു യുദ്ധക്കളത്തിൽ പോരാടുന്ന പടയാളിയെ പോലെ അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ജീവിതം വിട്ടുകൊടുക്കാതെ ഇരിക്കാൻ, അവരുടെ ആ ഒരു ജീവിതം പിടിച്ചടക്കാനും വേണ്ടി അവർ മാക്സിമം അവർ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു ത്രെഡിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വന്നേക്കുന്നത്. ഓക്കെ, താങ്ക് യു.